നമ്മളെല്ലാവരും പേടിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ. ഇപ്പോൾ അവധിക്കാലമാണ്, സാരമില്ല. പക്ഷേ സ്കൂൾ തുറന്നാലോ, കുട്ടി മൊബൈൽ എടുത്താലോ, കുട്ടിയുടെ മൊബൈൽ അഡിക്ഷൻ വർദ്ധിച്ചാലോ എന്തു ചെയ്യും? അതെ, പല സാധാരണ അമ്മമാർക്കും ഇത് വളരെ കഠിനമാണ്. കാരണം അവർ പേരൻറ്റിങ് ബുക്ക് വായിച്ച് വളർന്നവരല്ല, അവരതുപോലുള്ള പാഠങ്ങൾ പഠിച്ചിട്ടില്ല. സ്വന്തമായിട്ടുള്ള ടെൻഷനുകളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, വീട്ടുജോലികളുണ്ട്, കുട്ടികളുടെയും മറ്റു മുതിർന്നവരുടെയും കാര്യങ്ങൾ നോക്കാനുണ്ട്, ചുറ്റും സമൂഹത്തിൻ്റെ പ്രഷറുണ്ട്. ഇതിനിടയിൽ കുഞ്ഞ് എക്സാം സമയത്തും അല്ലെങ്കിൽ പഠിക്കേണ്ട സമയത്തും മൊബൈലിലിരിക്കുമ്പോൾ പല അമ്മമാരും പേടിച്ചു പോകും. അപ്പോൾ സാധാരണയായി എന്ത് സംഭവിക്കും? എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി നശിച്ചു പോകുമോ? മറ്റുള്ളവരുടെ കുട്ടികൾ പഠിക്കുന്നു, ഞാൻ നല്ല അമ്മയല്ലേ? ഇനിയിപ്പോൾ ഇവനെ ഫോഴ്സ് ചെയ്തില്ലെങ്കിൽ ഇവൻ്റെ ഭാവി നഷ്ടപ്പെട്ടു പോകുമോ? ഈ ഭയം കൊണ്ടാണ് ചിലപ്പോൾ അമ്മമാർ അലറി വിളിക്കുന്നത്, അടിച്ചു പോകുന്നത്, കമ്പയർ ചെയ്യുന്നത്, ദേഷ്യപ്പെടുന്നത്. അത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ഹെൽപ്ലെസ്നെസ് കൊണ്ടാണ്. പക്ഷെ എത്ര മക്കളത് മനസ്സിലാക്കുന്നു? ഇന്നത്തെ മൊബൈൽ അല്ലെങ്കിൽ റീല് കാണുന്ന സമ്പ്രദായം ഒരു സാധാരണ കുടുംബത്തിൻ്റെ മെൻ്റൽ സ്ട്രെങ്തിനേക്കാൾ പവർഫുള്ളായി ഡിസൈൻ ചെയ്തതാണെന്ന് ഓർമ്മിക്കുക. എൻഡ്ലെസ് സ്ക്രോളിംഗ്, ഗെയിമിംഗ്, റിവാർഡ് സിസ്റ്റംസ് എല്ലാം കുഞ്ഞിൻ്റെ അറ്റൻഷൻ പിടിച്ചു നിർത്താൻ സൈക്കോളജി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരമ്മ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്താൽ തോറ്റു പോകുന്നത് പോലെ ഫീൽ ചെയ്യാം. അതിനാൽ പേരൻസിന് കുറ്റബോധം മാത്രം ഉണ്ടായാൽ പ്രശ്നം തീരില്ല, സമൂഹം മുഴുവൻ മാറണം. സ്കൂളുകൾ ഫിയർ ബേസ്ഡ് പഠനം കുറയ്ക്കണം. കുട്ടികൾക്ക് ഇമോഷണലായി സപ്പോർട്ട് എങ്ങനെ എടുക്കാമെന്ന് പരിശീലിപ്പിക്കണം നിത്യവും. ഡിജിറ്റൽ ഡിസിപ്ലിൻ കളക്റ്റീവായി കൊണ്ടുവരണം. സ്കൂളുകളിലും കൊണ്ടുവരണം, കുടുംബങ്ങളിലും വേണം. കുടുംബങ്ങളിൽ കണക്ഷൻ ടൈം കൂട്ടണം. മാർക്ക് മാത്രം വാല്യൂ ചെയ്യുന്ന ഒരു സംസ്കാരമാണ് പലതിനും അടിസ്ഥാനമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഒരു സാധാരണ അമ്മയ്ക്ക് എല്ലാം പെർഫെക്റ്റായി മാനേജ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. എല്ലാ അമ്മമാരും സാധാരണക്കാരാണ്. ഇതിൽ വലിയ PhD എടുത്തിട്ടൊന്നും അല്ല നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അല്ലേ? പക്ഷേ ഒരു ചെറിയ മാറ്റം പോലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ആദ്യം അമ്മ തീരുമാനിക്കുക, എൻ്റെ കുട്ടിയുടെ അടുത്ത അധ്യയന വർഷം ഏറ്റവും മികച്ചതാക്കാൻ എനിക്ക് കഴിയാവുന്നതിൻ്റെ പരമാവധി ഞാൻ മാറാൻ ശ്രമിക്കുമെന്ന് ഓരോ അമ്മയും വിശ്വസിക്കുക. സ്വയം വിശ്വസിച്ചുകൊണ്ട് തയ്യാറാവുക, ആക്ഷൻ എടുക്കുക. ദിവസത്തിൽ 10 മിനിറ്റിൽ നമുക്ക് തുടങ്ങാം. ദിവസത്തിൽ 10 മിനിറ്റ് ജഡ്ജ്മെൻ്റ് ഇല്ലാതെ വീട്ടിൽ സംസാരിക്കണം. കുട്ടിയെക്കുറിച്ച് ജഡ്ജ്മെൻ്റ് ഇല്ലാതെ ഉള്ളിൽ ചിന്തിക്കണം. യാതൊരു കാരണവശാലും കുഞ്ഞിനെ ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കരുത്. ആദ്യം അവനവനെ കാമാക്കാൻ, അവനവനെ സന്തോഷത്തോടെ ഇരുത്തുവാൻ 10 മിനിറ്റിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ കൂടുന്നോ? കൂടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ പറയാം, നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന എല്ലാ ജോലിയും മാറ്റി വെച്ചുകൊണ്ട് ഒരു 5 മിനിറ്റ് നിങ്ങളെ സ്വയം ഒബ്സർവ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുക. ആ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്വയം ഒബ്സർവ് ചെയ്യാനായെങ്കിൽ അത് 10 മിനിറ്റ് വരെ തുടരുക. ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സിലോട്ട് യെസ് ഐ ക്യാൻ എന്നൊന്ന് എഴുതിക്കേ. 10 മിനിറ്റ് എന്നും മാറ്റിവെക്കാൻ തയ്യാറായാൽ ക്രമേണ 15 മിനിറ്റ് ആക്കാൻ പറ്റും. ആ 15 മിനിറ്റ് കുഞ്ഞുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് തയ്യാറാവുക. കുട്ടിക്ക് ഭയത്തോടെയല്ല അമ്മയെ സമീപിക്കേണ്ടതെന്ന് കുട്ടി സ്വയം മനസ്സിലാക്കട്ടെ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷേ എനിക്കൊന്നിനും നേരമില്ല എന്ന് പറയുന്ന അമ്മമാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇത്. കുട്ടി കൈവിട്ടു പോകുമ്പോൾ നമ്മൾ ദുഃഖിക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളോടൊപ്പം ചേർത്ത് വളർത്താൻ സാധിക്കും. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നും, വലിയ മോട്ടിവേഷണൽ ടോക്കൊന്നും അല്ലെന്ന്. അല്ല,
ഇതൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു ബേബി സ്റ്റെപ്പുകളാണ്. ഇതാണ് ഓരോ അമ്മമാർക്കും വേണ്ടത്. ഇതിലൂടെ നമുക്ക് നമ്മുടെ മക്കളുടെ മനസ്സ് കീഴടക്കാൻ സാധിക്കുകയുള്ളൂ. നാളെ മറ്റൊരു വിഷയവുമായി വരാം. താങ്ക് യു. ലവ് യു. ബ്ലെസ് യു.